ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നൗറാൻഡി നെവിൻഡി സ്കൂളിലെ ആനുവൽ ഡേ പ്രോഗ്രാം ആണെന്ന്. അപ്പൊ അതിന്റെ ഒരു അല്ലറ ചില്ലറ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് അങ്ങോട്ട് പങ്കിടാന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചു. ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും പ്രോഗ്രാം തുടങ്ങിയിട്ടോ. എപ്പോഴത്തെയും പോലെ തന്നെ സാർമാരുടെ ഒക്കെ കുറച്ച് പ്രസംഗങ്ങൾ, പിന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചവരുടെ പ്രസംഗം, അങ്ങനെയൊക്കെ ആയിട്ടൊരു അരമണിക്കൂർ അങ്ങോട്ട് നീങ്ങി കിട്ടി. വെൽക്കം ഡാൻസ് ആയിട്ട് ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി എന്നുള്ള നിലയ്ക്ക് നൗറിയുള്ള ടീംസും കരകാട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. കരകാട്ടം എന്നുള്ളത് എന്താന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണോ? നിങ്ങൾക്ക് അറിയിരിക്കൂലേ? ഇത് വന്നിട്ട് തമിഴ്നാട്ടിൽ ഒരു പ്രാദേശിക കല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ തലയിൽ കാണുന്ന ആ കുടയില്ലേ, അത് തന്നെയാണ്. അത് തലയിൽ വെച്ചിട്ട് വീഴാതെ നമ്മൾ ഡാൻസ് കളിക്കണം. സംഭവം കാണുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് തോന്നുമെങ്കിലും ഇത് ബാലൻസ് ചെയ്തിട്ട് കളിയുടെ അവസാനം വരെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ടാസ്ക് തന്നെയാണ്. എന്റെ ഒരു അറിവിൽ നല്ല നൗറ ഇത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് കളിക്കുന്നത്. പക്ഷെ നല്ല രീതിക്ക് കുടം ബാലൻസ് ചെയ്തിട്ട് കളിച്ചു കിട്ടോള്. മാക്സിമം കുടത്തിലോട്ട് കോൺസെൻട്രേഷൻ കൊണ്ടുപോകാതെ ഡാൻസിൽ പെർഫോം ചെയ്യാനായിട്ട് ഓള് ശ്രദ്ധിച്ചിരിക്കുന്നത്. കാണുമ്പോ ഡാൻസ് നമുക്ക് ഭയങ്കര സ്ലോ ആയിട്ടൊക്കെ തോന്നും. പക്ഷെ ഈ കുടം തലയിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടെ ഇങ്ങോട്ട് പാഞ്ഞ് ഡപ്പാങ്കൂത്തല്ലേ കളിക്കാനും നമുക്ക് പറ്റൂല. പിന്നെ പറയാനുള്ളതായിട്ട് ആ സോങ് ഉണ്ടല്ലോ, മറ്റേ മാങ്കുയിലേ തേങ്കുയിലേ തേടി വന്ന് ഉന്നെ, ആ സംഭവം അതെനിക്ക് വന്നൊരു പഴയ കരകാട്ടം എന്നുള്ള ആ ഒരു സിനിമയത്തെ പാട്ടാണെന്ന്. വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു പാട്ടാണ്. പക്ഷെ ഒട്ടുമിക്ക എല്ലാവരും കരകാട്ടം കളിക്കുമ്പം ഈ ഒരു സോങ് ആണ് എടുക്കലുള്ളത്. എന്തായാലും നല്ല അടിപൊളി പരിപാടി തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ ചെറിയ കുട്ടികളുടെ പരിപാടികൾ തൊട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ടായി തുടങ്ങി. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ നവീദുവിന്റെ സ്കിറ്റ് ആയിരുന്നു. വൈറ്റ് ബനിയൻ ഇട്ടിട്ട് ഈ അറ്റത്ത് നിൽക്കണുണ്ടല്ലോ, അതന്നെ നവീദ്. ഫോൺ ഉപയോഗത്തിന് പറ്റിയിട്ടുള്ള ഒരു സ്കിറ്റ് ആയിരുന്നു. അത് പിന്നെ ഉപയോഗിച്ച് നല്ല ശീലമുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അഭിനയിക്കാനായിട്ട് ആരും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. ജീവിക്കായിരുന്നു. എന്നാലും ചെറുതായിട്ട് കൊളാക്കുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും നല്ല അടിപൊളിയായിട്ട് കുട്ടികളെ എല്ലാവരും കളിച്ചു. അതിനപ്പോക്കിന് നൗറാന്റെ അടുത്ത പ്രോഗ്രാം കണ്ടു. ഒരു ഗുജറാത്തി ടൈപ്പ് ഡാൻസ് അങ്ങനെ എന്തോ തോന്നുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് എൻ്റെ സ്കൂൾ ലൈഫൊക്കെ മിസ് ചെയ്യണത്. അന്നൊക്കെ കരുതി പണ്ടാരടങ്ങാനത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയിരുന്നു എന്ന്. ഇപ്പോഴാണെങ്കിലും ഭയങ്കര കൊതിയ. കാലചക്രം എങ്ങനെ തിരിച്ച് ഇപ്പുറത്ത് കാക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് ബാഗൊക്കെ ടാക്കി വെക്കേനു എന്ന്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നവീദുവിന്റെ ചിറകൊടിഞ്ഞ കുരുവി എത്തിക്കുന്നു കേട്ടോ. ആ കാലൊടിഞ്ഞ് കിടക്കണ കുരുവിയാണ് നവീദ്. ആ ചിറകും മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇതിന്റെ 2 ദിവസം മുമ്പ് ഞാൻ കടന്നുപെട്ട ഒരു പെടാപ്പാട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിയാണ് ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഈ കുഞ്ഞുമക്കളുടെ സ്കിറ്റ് കാണാനേ ഒരു രസാണ്. പറയാനും മര്യാദക്ക് കിട്ടൂല. എന്നിട്ട് ഈ മൈക്കിൽ കൂടെ പറയുമ്പോ കുറെ കാറ്റുമാണ് വരിക. പിന്നെ ഇങ്ങനെ ഈ വലിയ പെണ്ണുങ്ങളുടെ ഡ്രസ്സൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ ഇട്ട് കാണുമ്പോ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളെ ഒപ്പന നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. தர்மம் போடுங்கம்மா. 2 ரூபாய் எடுத்துக்கோ சார். 2 ரூபாய் தான்.
പിന്നെ ഉണ്ടല്ലോ നൗറാന്റെ സ്കിറ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ആ തലയിൽ നിറച്ച് പപ്പടൊക്കെ ഇട്ടിട്ട് ആ കൊടവയറും കാട്ടി നിക്കണില്ലേ, അതാണ് ഓളെ മൊഞ്ചത്തിയാളാണ് ചുറ്റിക്കൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കുന്നത്. അത് മറ്റൊന്നല്ല, നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറും പിന്നെ മൂപ്പര് എഴുതിയ കഥയത്തെ കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ, അതുമാണ് സംഭവം. പക്ഷെ രസേനി കാണാന്. അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തതിൽ ആഡ് ചെയ്തിരിക്കുന്നു, കുറേ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കൈ ഇങ്ങനെ പൊന്തിച്ചെടുക്കുമ്പോൾ കൈ വേദന എടുക്കുകയും ചെയ്യും, പിന്നെ പരിപാടി മര്യാദയ്ക്കോട്ട് ആസ്വദിക്കാനും പറ്റൂല. അത് കഴിഞ്ഞിട്ട് പിന്നെ സമ്മാനദാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കുള്ള സമ്മാനമൊക്കെ വാങ്ങി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോക്കിനും ഏകദേശം ഒരു 9, 10, 10:30 മണിയൊക്കെ കഴിക്കണം. അപ്പോൾ നൗറാക്ക് 1-2 ട്രോഫിയും പിന്നെ ഓൽക്ക് രണ്ടാക്കുമ്പാടെ ഒരു 6 പ്ലേറ്റും പിന്നെ ഒരു ടിഫിൻ ബോക്സൊക്കെ പോലത്തെ ഒരു ബോക്സുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സമ്മാനമായിട്ട്. നല്ലത് തന്നെയാണ്, നമുക്ക് പ്ലേറ്റൊക്കെയാണ് അത്യാവശ്യമായിട്ടും വാണ്ടീനത്. അപ്പോൾ ഇതൊക്കെയാണ് സമ്മാനങ്ങളൊക്കെ കിട്ടിയത്. നെവിക്ക് ക്ലാസ് ഫസ്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾ വിചാരിച്ചു ഓനക്ക് കിട്ടൂലെന്ന്. പക്ഷെ അതൊക്കെ കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാൻ മറക്കണ്ട. അപ്പം ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.